ഫ്രണ്ട്സ്, സൗഹൃദ മീഡിയയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്ത്, അതായത് തിരുവനന്തപുരത്ത്, വളരെ സന്തോഷഭരിതമായിട്ട് സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുകയാണ്. കുറേ ആളുകൾ അതിൻ്റെ ഭാഗമായിട്ട് അവിടെ തന്നെയാണ്. അതിൻ്റെ കൂടെ ഒരു അനിഷ്ട സംഭവം സ്കൂൾ കലോത്സവത്തിലല്ല ഉണ്ടായത്. കാട്ടാക്കട, തിരുവനന്തപുരം കാട്ടാക്കട എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു അനിഷ്ട സംഭവം ഉണ്ടായി. അതെന്താണെന്ന് വെച്ചാൽ, 84 വയസ്സുള്ളൊരു വയോധിക ഭിക്ഷ യാചിച്ചിട്ട് ഗേറ്റ് തുറന്നിട്ട് വരികയാണ് ഒരു വീട്ടിലേക്ക്. അപ്പോൾ ഗേറ്റ് തുറന്ന് വരുമ്പോൾ 2 യുവാക്കൾ ആ വീട്ടിൽ നിന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഗേറ്റ് തുറന്ന് വന്ന വയോധികനെ 10 രൂപയുടെ നോട്ട് കാണിച്ചിട്ട് ഇവർ രണ്ടാളും കൂടിയിട്ട് വീട്ടിലേക്ക് വിളിക്കുകയാണ്. അപ്പോൾ വീട്ടിലേക്ക് വിളിച്ചു നോക്കുമ്പോൾ അവർക്ക് കടക്കാൻ ഒരു ധൈര്യക്കുറവ് ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അവർ വലിച്ചഴച്ചിട്ട് വീട്ടിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് വാതിലടച്ചതിൻ്റെ ശേഷം ചെയ്തത് എന്താ വെച്ചാൽ, ഈ വയോധികയുടെ മടിയിലുണ്ടായിരുന്ന 352 രൂപ ബലമായിട്ട് പിടിച്ചെടുക്കുകയും കരഞ്ഞ് ബഹളം വെച്ചപ്പോൾ മുതുകത്തടിച്ച് എന്നതിൻ്റെ ശേഷം വാതിൽ തുറന്നിട്ട് പുറത്തേക്ക് തള്ളുക ചെയ്തത്. അപ്പോൾ ഈ പ്രക്രിയയിൽ ഇവർ എന്തൊക്കെ ചെയ്തു എന്നറിയോ? ഇവർ സ്ത്രീത്വത്തെ അപമാനിച്ചു, അതിലുപരി മാതൃത്വത്തെ ഇവർ അപമാനിച്ചു. 84 വയസ്സെന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മ അല്ലെങ്കിൽ മുത്തശ്ശി, ഇവർക്ക് സമായുള്ള ഒരു വയോധികയല്ലേ അവർ. പിന്നെ ഈ കൃത്യം ചെയ്തത് ആരാന്നറിയോ? ഒന്നൊരു സിവിൽ പോലീസ് ഓഫീസറാണ്, ഒന്നൊരു സാധാരണ ആളും. അപ്പോൾ ഒരു സിവിൽ പോലീസ് ഓഫീസർ എന്ന് പറഞ്ഞാൽ എന്താ? 7 മാസത്തെ തീവ്രമായ പരിശീലനം കഴിഞ്ഞ് പാസിംഗ് ഔട്ട് പരേഡിന് ശേഷം മൃദു ഭാവേ ദൃഢചിത്തേ എന്ന ആപ്തവാക്യം മുറുകെ പിടിച്ച് സമൂഹത്തിൻ്റെ സ്വത്തിനും, അതായത് ആളുകളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകാൻ പ്രതിജ്ഞാബദ്ധമായി ഉള്ള ആളുകളാണ് പോലീസ്. അതായത് രാവെന്ന പകലെന്ന വ്യത്യാസമില്ലാതെ സ്വത്തിനും ജീവനും സംരക്ഷണം കൊടുക്കുന്ന കാവലാളാണ് പോലീസ്. അപ്പോൾ ആ ഒരു പോലീസാണ് ഈ നിഷ്ഠൂരമായ കൃത്യം നിർവഹിച്ചത്. അപ്പോൾ കേരള പോലീസിലെ ഒരു പുഴുക്കുത്താണ് ഇയാൾ. അപ്പോൾ പ്രതികൾ മദ്യലഹരിയിലായിരുന്നു എന്നുള്ളതൊക്കെ ഒരു FIR വന്നാൽ ശിക്ഷയിലൊക്കെ വളരെ ഇളവ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം ഈ കാര്യത്തിനെ? നിയമം പാലിക്കേണ്ട പോലീസാണ് ഇത്തരുണത്തിൽ ചെയ്തത്. അതും 84 വയസ്സുള്ളൊരു വയോധികനെ. നമ്മുടെ മനസ്സാക്ഷിയൊക്കെ മരവിച്ച് പോവുകയാണ്. അപ്പോൾ ഇത്തരുണത്തിൽ പോലീസ് പ്രവർത്തിച്ചു തുടങ്ങിയാൽ സാധാരണക്കാരൻ്റെ ഗതി എന്താവും? സൗഹൃദ മീഡിയ സന്ദേഹപ്പെടുകയാണ്. അപ്പോൾ ഈ വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമമാണ് സൗഹൃദ മീഡിയ ഇന്ന് നടത്തിയത്. എല്ലാവർക്കും നമസ്കാരം.